ഹലോ, ഇതെൻ്റെ ഒരു ഡിസോൾഡ് ഓക്സിജൻ മെഷർ ചെയ്യുന്ന ഒരു മീറ്ററാണ്. ഞാനത് കാലിബ്രേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ കാലിബ്രേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടേണ്ട വാല്യൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 20.50 അപ്പോൾ നമ്മൾ കാലിബ്രേറ്റ് ചെയ്തതിന് ശേഷമാണ്. ഇപ്പോൾ ഞാൻ 21 അത് കാലിബ്രേറ്റ് ചെയ്യണം. 20.9 ആക്കണത്. ഇതാണ് കാലിബ്രേറ്റ്. ഇതാണ് കറക്റ്റ് വാല്യൂ. ഇതിങ്ങനെ ഒരു 2 മിനിറ്റ് വെച്ച് പിന്നെ മാറി സ്റ്റഡി ആവുന്നവരെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ലെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് നമ്മുടെ വെള്ളത്തിലെ DO ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇത് ORP മീറ്ററാണ്. ഇത് ഞാൻ കാണിച്ചു തരാം ഇതെങ്ങനെ വർക്ക് ചെയ്യണമെന്നുള്ളൂ. ഇത് DO ആണ്. അപ്പോൾ വെള്ളത്തിലെ ഡിസോൾഡ് ഓക്സിജൻ എത്രയാണെന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ അറ്റ്മോസ്ഫിയറിൽ വെച്ചിട്ട് നമ്മൾ 20.9 സെറ്റ് ചെയ്യാനാണ് കമ്പനി പറഞ്ഞിരിക്കുന്നത്. അതിന് ശേഷമാണ് നമ്മൾ വെള്ളത്തിലേക്ക് പ്രോബ് നമ്മൾ യൂസ് ചെയ്യും. ഇതാണ് അതിൻ്റെ പ്രോബ്. വെള്ളത്തിലേക്ക് ഇത് വെള്ളത്തിൽ നമ്മൾ ഇമേജ് ചെയ്യണം. ഇനി അപ്പോൾ വീണ്ടും സെറ്റിങ്സ് മാറിയിട്ടുണ്ട്. അപ്പോൾ അത് കറക്റ്റ് സ്റ്റേബിൾ ആവുന്ന വരെ നമ്മൾ ചെയ്തതിന് ശേഷമാണ് മെഷർ ചെയ്യാവുള്ളൂ. 20.9 നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്. അത് നമുക്ക് സ്റ്റേബിളായിട്ട് നിൽക്കണം. എന്നതിന് ശേഷമാണ് നമുക്ക് ഇവിടെ പ്രോബ് വെള്ളത്തിൽ ഇടാൻ പറ്റുള്ളൂ. ഇതിൽ കുഴപ്പമില്ല എന്നാണ്. ഞാൻ പവർ ഓഫ് ചെയ്യാം. പവർ ഓഫ് ചെയ്തിട്ട് പവർ ഓഫ് ചെയ്തു. ഇത് നമ്മൾ DOയിലേക്ക് ഇടുക. കാലിബ്രേഷൻ DOയിലേക്ക് ഇടുക. ഇത് നമ്മുടെ സിസ്റ്റത്തിൽ വെച്ച് വെള്ളത്തിൽ നോക്കാം. നമ്മുടെ വെള്ളത്തിൽ എത്ര ഡിസോൾഡ് ഓക്സിജൻ ഉണ്ടെന്ന് ഇപ്പോൾ അറിയാം. ഏകദേശം നമ്മുടെ മീറ്റർ സ്റ്റഡി ആയിട്ടുണ്ട്. ഇതാ ഇപ്പോൾ എൻ്റെ വീട്ടിലെ വെള്ളത്തിന് ഇതാണ് 3.8 ppm ഓക്സിജനാണ് ഉള്ളത്. ഇത് നമ്മൾ ഓസോൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്കിതിന് കൂട്ടാൻ പറ്റും. ഏകദേശം ഒരു 10 എത്തിക്കാൻ ഈസിയായിട്ട് 10 പിന്നെയും കുറഞ്ഞിട്ടുണ്ട്. സ്റ്റഡി ആയിക്കൊണ്ടിരിക്കുന്നുള്ളൂ. വീണ്ടും കുറയണ്ടേ. അതിൻ്റെ ഒരു 3.5-നും 4-നും സാധാരണ കുടിവെള്ളത്തിലേക്ക് ഉണ്ടാവാൻ സാധ്യതയുള്ളൂ, നല്ല വെള്ളമൊക്കെ ആണെങ്കിൽ. എനിവേ നമുക്കിതിപ്പോൾ ഇങ്ങനെ സ്റ്റാൻഡർഡൈസ് ചെയ്യാം. ഇപ്പോൾ എൻ്റെ വീട്ടിലെ കുടിവെള്ളമാണ് ഞാൻ നോക്കിക്കാണത്. അപ്പോൾ ഇനി നമുക്കിത് ഓസോൺ ചെയ്ത് കഴിയുമ്പോൾ ഇതിൻ്റെ ഡിസോൾഡ് ഓക്സിജൻ, അതായത് ഓസോൺ ശരിയായ രീതിയിൽ ഇതിനകത്ത് വെള്ളത്തിൽ അലിഞ്ഞ് ചേർന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊരു 10-നൊക്കെ മുകളിൽ, 10 ഒരു 8-നൊക്കെ മുകളിൽ, 8 to 12 സുഖമായിട്ട് കിട്ടുമെന്നാണ് പറയുന്നത്. നമുക്കത് ചെയ്ത് നോക്കാം. ഇനി കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ പറ്റത്തില്ല, കാരണം ഈ വെള്ളത്തിൻ്റെ പ്രശ്നമൊക്കെ ഉള്ളതുകൊണ്ട് ഇതെല്ലാം ഒതുക്കി വെച്ചിട്ട് വേണം. ഇനി ഓസോൺ ജനറേറ്റർ കണക്ട് ചെയ്തിട്ട് വേണം എനിക്കിത് കാണിച്ചു തരാനായിട്ട്. നോക്കട്ടെ. ഓക്കെ, താങ്ക് യു.